ഇന്ന് കുറേ പണിയുണ്ടായിരുന്നേ, അതുകൊണ്ട് വീഡിയോ ഇടാൻ കുറേ വൈകി. നമ്മളിപ്പം അളവെടുക്കാനാണ് പഠിക്കുന്നത്. 4 വയസ്സുള്ള കുഞ്ഞാണ് ഇത്. 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ അളവാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം ഷോൾഡറാണ് എടുക്കേണ്ടത്. ഇതുപോലത്തെ ഒരു ടാപ്പ് കിട്ടും. ടാപ്പിൽ ഇഞ്ചസിൽ വെച്ചിട്ട് നോക്കുക. ഒരു ഷോൾഡറിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു തോളല് തൊട്ട് അടുത്ത തോളല് വരെയാണ്. ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെയാണ് തോളലെടുക്കുക. തോളലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് കൈക്കുഴിയാണ്. കൈക്കുഴി വെട്ടുന്നതിൻ്റെ അളവാണ് കേട്ടോ ഇത്. ഇവൻ്റെ കൈക്കുഴി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കൈക്കുഴി 11 ഇനി കൈയിൻ്റെ ഇറക്കം, കൈയിൻ്റെ വണ്ണം എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്കിൽ എത്രയാണ് ഇറക്കം വേണ്ടത്, കഴുത്തിന് എത്ര ഇറക്കം വേണ്ടത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റിൻ്റെ അളവ് കൈക്കുഴീൻ്റെ കൈയിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെയാണ് ചെസ്റ്റിൻ്റെ അളവെടുക്കേണ്ടത്. ഇങ്ങനെ ഇച്ചിരി ലൂസാക്കിയിട്ട് വേണം അളവെടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹിപ്പ് കണ്ടോ, ഹിപ്പിൻ്റെ അടുത്ത്, വയറിൻ്റെ അടുത്ത്, പിന്നെ അരക്കെട്ടിൻ്റെ അടുത്ത്, ഇത്രയും അളവുകളാണ് സാധാരണ നോക്കുക. ചുരിദാറിൻ്റെ അളവ് നോക്കുമ്പോൾ ഇവിടുന്ന് നമ്മളെ ഹിപ്പിൻ്റെ അവിടം വരെയുള്ള അളവ് നോക്കും. ഉടുപ്പിനാണെങ്കിൽ ചെസ്റ്റിൻ്റെ അടുത്ത് വരെയാണ് നമ്മൾ അളവ് നോക്കുക. ചെസ്റ്റിൻ്റെ അടുത്ത് വരെ ഇത്രയും ഉടുപ്പിൻ്റെ ഫസ്റ്റ് പോർഷൻ. അവിടുന്ന് താഴോട്ടേക്ക് എത്ര ലെങ്ത്ത് വേണോ, മുട്ടിൻ്റെ അത്ര ആണെങ്കിൽ മുട്ടിൻ്റെ അത്ര ഇറക്കം നോക്കിയെടുക്കുക കേട്ടോ. ഇത്രയാണ് മെയിനായിട്ട് അളവ് നോക്കേണ്ടതുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഷോൾഡർ ഇപ്പോൾ 10 ഇഞ്ചാണെങ്കിൽ അതേ 10 ഇഞ്ച് തന്നെയായിരിക്കും കൈക്കുഴി, അതായത് കൈക്കുഴിക്കും വരിക. പിന്നെ നമ്മളെ നെക്കിൻ്റെ, പിന്നെ ചെസ്റ്റ്, ഹിപ്പ്, നമ്മളെ ഇതിൻ്റെ സൈഡ് ഓപ്പൺ വരുമ്പോൾ ഇത്രയും ഇറക്കം വരില്ലേ. അപ്പോൾ ഇറക്കത്തിൻ്റെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡർ തൊട്ടിട്ട് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത്രയും പിടിച്ചിട്ട് അവിടെ വേണം നോട്ട് ചെയ്യാൻ. ഇനി ഇങ്ങനെ ചുരിദാർ വെട്ടുന്നത്, ഉടുപ്പ് തയ്ക്കുന്നതിന്, പിന്നെ പട്ടുപാവാട എത്ര ഇഞ്ചസ് ഇട്ടിട്ടാണ് നമുക്ക് പട്ടുപാവാടേൻ്റെ ഞൊറി ഇടേണ്ടത്, പിന്നെ ഫ്രില്ലുടുപ്പ്, അതൊക്കെ പഠിപ്പിക്കാം കേട്ടോ.